കെഎസ്ആർടിസി ബസ് ഡ്രൈവറോട് തിരുവനന്തപുരം മേയർ കയർത്ത സംഭവത്തിൽ നിർണായക തെളിവ് നഷ്ടപ്പെട്ടതായിട്ടാണ് വിവരം. കെഎസ്ആർടിസി ബസ്സിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായിരിക്കുന്നു. രശ്മി കാർത്തികേയന്റെ രശ്മി, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിർണായകമായ തെളിവ് ശേഖരണത്തിനായിരുന്നു പോലീസ് മുന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഡ്രൈവർ യദുവിന് നീതി ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം. ഡ്രൈവർ യദുവിന് നീതി ലഭിക്കില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. യദു ഈ പ്രതികരിച്ചിരിക്കുന്നത് യദു ഉണ്ടായിരുന്ന സമയത്ത് ഈ ബസ്സിൽ CCTV ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യദുവിന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഇതിൽ പ്രതികരിക്കില്ല, ഒന്നും പറയാനില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഈ സംഭവത്തിൽ എന്തോ ഗൂഢാലോചന, വ്യക്തമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ തർക്കം നടന്ന ബസ്. കഴിഞ്ഞ കുറെ ദിവസം, ഈ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിട്ട് ഇന്നാണ് ഈ ബസ്സിനുള്ളിൽ CCTV ഉണ്ട് എന്നും അത് പരിശോധിക്കുന്നതിനായി പോലീസ് എത്തുന്നതും. സ്വാഭാവികമായും ഇത്രത്തോളം ദിവസത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഈ കേസിൽ ഇതുവരെ യദു കൃഷ്ണന്റെ പരാതി പോലീസ് എടുത്തിട്ടുമില്ല. ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ ബസ്സിൽ 3 CCTV ക്യാമറകളാണുള്ളത്. ഒന്ന് ബസിന്റെ മുൻവശത്തൊരു CCTV ക്യാമറയുണ്ട്. രണ്ടാമത്തെ ക്യാമറ ഇത്തരത്തിൽ KSRTC ഡ്രൈവറുടെ ഇരിക്കുന്ന ഭാഗത്താണ്. മൂന്നാമത്തെ ക്യാമറ KSRTC ബസിന്റെ പുറകുവശത്താണ്. ഈ KSRTC ബസ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ബസ്സിനെതിരെ മാത്രം കുറ്റങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ഈ യദു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ CCTV ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യദുകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം. പക്ഷേ അന്ന് ഈ തുടക്കം മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ പലതരത്തിൽ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താൻ KSRTC ബസ്സിന് കുറുകെ തന്റെ കാർ നിർത്തിയിട്ടില്ല, ലൈംഗിക ചേഷ്ട യദുകൃഷ്ണൻ കാണിച്ചു, ഇതൊക്കെയാണ് മേയറുടെ വാദങ്ങൾ. പക്ഷേ മേയർ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും പൊളിഞ്ഞു വീഴുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ CCTV ദൃശ്യം പുറത്തു വന്ന സമയത്ത് KSRTC ബസ്സിന് കുറുകെ മേയറുടെ കാർ നിർത്തിയിട്ടിരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നേരത്തെ തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നതും ഈ പുറത്തുള്ള CCTV ദൃശ്യങ്ങളാണ്. പട്ടത്ത് വെച്ചാണ് ഈ തർക്കം നടക്കുന്നത്. പട്ടം, പ്ലാമൂട്, PMG, അതിനുശേഷം പാളയ സാബല്യം കോംപ്ലക്സ്, ഇവിടങ്ങളിലുള്ള ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു KSRTC ബസ്സിലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാനായി പോലീസ് എത്തിയത്. ഇത്രത്തോളം ദിവസങ്ങൾ കഴിഞ്ഞു. ഈ പ്രശ്നം, തർക്കം നടക്കുന്നത് ശനിയാഴ്ചയാണ്. ഇപ്പോൾ ശനിയാഴ്ച കഴിയുന്നു, ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിടുന്നു. അത്രത്തോളം ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ബസ് തൃശ്ശൂരിലേക്ക് പോയി അവിടെ നിന്നാണ് തിരിച്ചെത്തിയത്. സ്വാഭാവികമായും യൂണിയൻ ഇടപെട്ടോ ഏതെങ്കിലും തരത്തിലോ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ മാറ്റാൻ 16 GB മെമ്മറി കാർഡാണ് ഇതിലുണ്ടായിരുന്നത്. അതിലെടുത്ത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യദുകൃഷ്ണനും പറയുന്നത്. ഏതായാലും പോലീസ് സംവിധാനവും മറ്റെല്ലാ സംവിധാനങ്ങളും മേയർ ആര്യ രാജേന്ദ്രന് അനുകൂലമായി നിൽക്കുന്നു. ഇതിനൊരു വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഈ മേയർ ഡ്രൈവർ തർക്കത്തിൽ നടക്കുന്നില്ല. മേയർ ആയതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും, പോലീസ് സംവിധാനം, മറ്റെല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടെ ഇപ്പോൾ ഇത്തരത്തിൽ മേയറെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് മാറുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട്, ഈ ഗൂഢാലോചന നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസിന്റെ മാനം തന്നെ മാറുകയാണ്. ഇതിന്റെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതോടുകൂടി ഇപ്പോൾ അതിൽ ഒരു വീഴ്ച ഈ അന്വേഷണത്തിൽ ഉൾപ്പെടെ ഇത്രത്തോളം ദിവസം കഴിഞ്ഞ് ഈ ഒരു CCTV ശേഖരിക്കാനൊക്കെ പോലീസ് എത്തുന്നതിൽ തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ട്. അത് ഈ ഒരു CCTV ക്യാമറ ഉണ്ടായിട്ടും KSRTC ഉദ്യോഗസ്ഥരൊന്നും പോലീസിനോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ പോലീസ് അത് അന്വേഷിച്ചില്ല. ഇതാരാണ് എടുത്തു മാറ്റിയത്? യൂണിയൻ ഇടപെട്ടാണോ എടുത്തു മാറ്റിയത്? മെമ്മറി കാർഡ് എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ഏതായാലും ഇതിൽ യദുകൃഷ്ണന് നീതി ലഭിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മേയറെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ നിലപാടുകളുമാണ് സർക്കാർ സംവിധാനം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഓരോ ഘട്ടത്തിലും മനസ്സിലാകുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും വലിയ തെളിവാണ് യദുകൃഷ്ണൻ നൽകിയ പരാതി പോലീസ് എടുത്തിട്ടില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ മെമ്മറി കാർഡ്, ഇപ്പോൾ 16 GB മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നു. ഇതിനിപ്പോൾ എന്ത് ന്യായീകരണമാണ് പറയുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇനി ആ ദിവസം മെമ്മറി കാർഡ്, ആ ദിവസം ഈ CCTV പ്രവർത്തിച്ചില്ലെന്നോ അല്ലെങ്കിൽ ഏറെ നാളായി പ്രവർത്തിക്കുന്നില്ലെന്നോ അത്തരത്തിലുള്ള ഒരു മറുപടിയൊക്കെ ഒരുപക്ഷെ കേസിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെ കണ്ടോൺമെന്റ് CA തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും കൃത്യമായി ഒരു വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഈ കേസിൽ ഇനി നടക്കുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അന്ന് തന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടതില്ല എന്നുള്ളത് യദുവിനോട് KSRTC മാനേജ്മെന്റ് അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഡ്യൂട്ടിയിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇതിലൊരു സംഭവം നടക്കുമ്പോൾ, ഒരു തർക്കം നടക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്, വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടത്
നടക്കേണ്ടത് എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ഒരു അഭിപ്രായം. പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായി മേയർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഓരോ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും ഓരോ ഘട്ടത്തിലും പൊളിഞ്ഞു വീഴുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിന് കുറുകെ കാറ് നിർത്തിയ കാര്യമാണെങ്കിലും മറ്റ് ലൈംഗിക ചേഷ്ടയോടുകൂടി ലൈംഗിക ചേഷ്ട യദു കാണിച്ചു എന്നുള്ളതാണ് മേയർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു വാദം. അതാണ് ഇനി തെളിയിക്കപ്പെടുന്നത്. ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഈ KSRTC ബസ് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ ഫ്രണ്ടിലാണ് ഒരു ക്യാമറ ഉള്ളത്, മറ്റത് ഫ്രണ്ടിലാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ചേഷ്ട കാണിക്കുകയാണെങ്കിൽ ഈ ക്യാമറയിൽ അത് ഉറപ്പായും അത് റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ ആ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതിൽ നിന്ന് തന്നെ യദുവിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം, അതും അങ്ങനെ പറയാൻ കഴിയില്ല, കൃത്യമായിട്ടുള്ള വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണമാണ് ഈ കേസിൽ നടക്കേണ്ടത്. ഈ മെമ്മറി കാർഡൊക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ അതിൽ കൃത്യമായിട്ട് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. ഏതായാലും ഇതുവരെയുള്ള അന്വേഷണം വെച്ച് യദുവിന് ഇത്തരത്തിൽ നീതി ലഭിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രജനി. യെസ്, ഒപ്പം തന്നെ രശ്മി, നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടത് നേതാക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഏത് കാര്യമായിരുന്നാലും ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെ തന്നെ വരുമ്പോൾ ക്യാമറ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അത് ഇതുവരെയും പ്രവർത്തിക്കാത്ത രീതിയിലായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ തീപിടുത്തമുണ്ടായ സമയത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ആ ഒരു നിലപാട് തന്നെയാണ് ഈ മേയറുടെ കേസിലും ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെയല്ലേ പറയേണ്ടത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ കാര്യക്ഷമമായ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഈ കേസുകളിൽ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഈ കേസിലും ഉണ്ടായിരിക്കുന്നത്. ഒരു തർക്കം നടക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്. പക്ഷേ ഇതിൽ മേയറെ സഹായിക്കുന്ന ഓരോ നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു KSRTC ബസ്സാണ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. അപ്പം ഈ ഫാസ്റ്റ് ബസ്സുകളിൽ, സാധാരണ ബസ്സുകളിലൊക്കെ തന്നെ CCTV ക്യാമറ ഉണ്ട് ഇപ്പോഴത്തെ ബസ്സുകളിലൊക്കെ. അപ്പം അന്ന് തന്നെ ഈ വിവരം ഈ പോലീസിനോട് പറയുകയും പോലീസ് അന്ന് തന്നെ വന്ന് ഈ CCTV ദൃശ്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടിയുമിരുന്നു. പക്ഷേ ആ ശനിയാഴ്ച ഈ സംഭവം നടന്ന് ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് തൃശ്ശൂരിലൊക്കെ ബസ് പോയി സർവീസൊക്കെ നടത്തി അതിനുശേഷം തിരിച്ചെത്തി ഇന്ന് രാവിലെയാണ് ഈ ഒരു CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ എത്തുന്നത്. അപ്പോൾ ഈ ഒരു ഗൂഢാലോചന സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ ഈ ഒരു ദുരൂഹതയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മേയറെ സംരക്ഷിക്കാനുള്ള നിലപാട് മാത്രം എപ്പോഴും സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിലാണ് അതിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് ഇപ്പോൾ ആ ഒരു മെമ്മറി കാർഡ് 16 GB മെമ്മറി കാർഡ്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഒപ്പം ഈ നിർണായക തെളിവാണ് ഇപ്പോൾ ഈ കേസിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. KSRTC ബസ്സിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡാണ് കാണാതായിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ട്രിപ്പ് കഴിഞ്ഞെത്തിയ ബസ്സിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഈ കാര്യം പുറത്ത് അറിഞ്ഞിരിക്കുന്നത്. അതേസമയം മെമ്മറി കാർഡ് കാണാതായ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് മേയർ ആര്യ രാജേന്ദ്രനും വ്യക്തമാക്കിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഡ്രൈവർ യദുവിന് നീതി ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉറപ്പായിരിക്കുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.